അപ്പോൾ അത്തരം മാർഗത്തിലൂടെ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിലേക്ക്, അവളുടെ വിചാരങ്ങളിലേക്ക്, അവളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് സാവധാനം കടക്കാൻ തുടങ്ങി. അവിടെ അവൾ വളരെ ഭീകരമായിട്ടുള്ള, വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ തുടങ്ങിയത്. നിങ്ങളൊന്ന് പറയൂ, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത്? ഏത് വാക്കുകൾ കൊണ്ടാണ് ഞാൻ അവരെ സാന്ത്വനിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് എനിക്കവരോട് പറയാൻ സാധിക്കുക മകളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ? പക്ഷേ പറയാതിരിക്കാനും നിവൃത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വിധത്തിൽ ഏതെങ്കിലും നല്ല പരിഹാരങ്ങളെ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, വളരെയധികം കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഇത് ശരിക്കും വേണ്ടതുണ്ടോ എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ ആലോചിച്ചു. കാരണം ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഒരു കേസ് ഹിസ്റ്ററിയുമായിട്ട്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്നെ കാണാൻ വന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരുപാട് ആലോചിച്ചു. അതിനുശേഷം തന്നെയാണ് എന്തായാലും അത് ചെയ്തിരിക്കണം, ഒരുപാട് പേർക്ക് ഗുണകരമാകാൻ സാധ്യതയുള്ള, ഒരുപാട് യുവാക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ ഒക്കെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ചില അറിവുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അധികം വലിച്ചു നീട്ടാതെ വിഷയത്തിലേക്ക് വരാം. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് മംഗലാപുരം ഭാഗത്ത് നിന്ന് ഏതാണ്ടൊരു 18 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയും കൊണ്ട് അവളുടെ അമ്മ എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ മോളുടെ അച്ഛൻ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മോള് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അവളിലെ ഒരു പ്രേതബാധ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. മാത്രമല്ല, പ്രേതബാധയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐ ബോക്സിൽ പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പ്രേതബാധയാണ് ഈ മോളുടെ പ്രശ്നം. അത് ഒരു വർഷത്തോളമായി തുടങ്ങിയിട്ട് ഒരു ദിവസം ഈ മോള് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയി, അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കാൻ പോയി. അവിടെ നിന്നാണ് ഈ ബാധ കൂടിയത്. അതൊരു പ്രത്യേക അവസ്ഥയിൽ ഒരിക്കൽ ഈ മകൾ തന്നെ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അവസ്ഥയിലെന്ന് പറഞ്ഞാൽ, ആ പ്രേതം ഇവളുടെ ശരീരത്തിലുള്ള സമയത്ത് ഈ പ്രേതത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ശബ്ദത്തിൽ, മറ്റൊരു ഭാവത്തിൽ ഈ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വളരെ വ്യത്യസ്തമായ വിധത്തിൽ, അന്നോളം കാണാത്ത വിധത്തിലുള്ള പ്രതികരണങ്ങൾ, വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടുമെല്ലാം ഈ മകളിൽ കാണുന്നുണ്ട്. അവൾ ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. അവൾ കൂടുതൽ സമയം മുറിയിൽ തനിച്ചിരിക്കുന്നുണ്ട്, അധികം ആരോടും സംസാരിക്കുന്നില്ല. ചില സമയങ്ങളിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ആകാശം നോക്കി ഒരു പ്രത്യേക ഭാവത്തിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വിധത്തിൽ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വല്ലാതെ വയലൻ്റ് ആകുന്നുണ്ട്. ആ സമയത്ത് അവളെ പിടിച്ചാൽ കിട്ടുന്നില്ല. അതേക്കുറിച്ച് അമ്മ പറയുന്നത്, ഒരു സാധാരണ പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ അവളുടെ ശരീരപ്രകൃതമുള്ള ഒരു പെൺകുട്ടിയുടെ ശക്തിയല്ല അവൾക്ക് ആ സമയത്ത്, അസാധാരണമായിട്ടുള്ള ശക്തി ഈ പെൺകുട്ടിയിലുണ്ട്, കാണപ്പെട്ടു വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി തന്നെ അമ്മയോട് കരഞ്ഞപേക്ഷിക്കുകയാണ്, അമ്മ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, മറ്റൊരു നിവർത്തിയില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആരെടുത്ത് കൊണ്ടുപോയിട്ടാലും രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അമ്മയോട് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയ്ക്കാവുന്നതെല്ലാം ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള ചില പുരോഹിതന്മാരെ, മന്ത്രവാദികളെ, പൂജാവിധികളെ ഒക്കെ സമീപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ഥിതി. മാത്രമല്ല,
മാനസിക തലത്തിലുള്ള ചില ചികിത്സകളും ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. അതിനോടും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ഈ അമ്മ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മകളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ചികിത്സാവിധികളോട് അല്ലെങ്കിൽ സമീപനങ്ങളോട് അവൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളോടും സമീപന രീതികളോടും അവൾക്ക് വളരെയധികം വെറുപ്പാണ്. അത്തരം സ്ഥലങ്ങളിൽ പോകാൻ, അത്തരം ഇടങ്ങളിൽ പോകാൻ അവൾ അല്പം പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നേയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ നമ്പർ ആരോ കൊടുത്തിട്ട് പ്രേതബാധയാണെങ്കിൽ അത് ഇദ്ദേഹം പരിഹരിച്ചു തരും, അക്കാര്യത്തിൽ വളരെയധികം എക്സ്പേർട്ടാണ് എന്നവരോട് പറഞ്ഞിട്ട് അവരെന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത്. ഈ അമ്മ വളരെ ഉന്നതമായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗത്തിൽ തന്നെ നിലനിൽക്കുന്ന ആളാണ്. മാത്രമല്ല അക്കാഡമിക്കലി വളരെയധികം ക്വാളിഫൈഡാണ്, വളരെയധികം ബന്ധങ്ങളുള്ള ആളാണ്. ഇതൊക്കെയാണ് എന്നെ വളരെയധികം വേദനിപ്പിച്ചത്. മകളുടെ കാര്യം പറഞ്ഞിട്ട് ഫോണിലൂടെ പോലും അവരൊരു കൊച്ചു കുട്ടിയെപ്പോലെ തേങ്ങി കരയുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മകളെ ഒന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു, വരാൻ പറഞ്ഞു. അങ്ങനെ ഈ അമ്മ മകളെയും കൂട്ടി, ഒരു ബന്ധുവിനെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വന്നു ഒരു ദിവസം. അപ്പോൾ എൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് മകളെക്കുറിച്ച് വീണ്ടും ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴെല്ലാം അവരുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു. കാരണം എല്ലാ പ്രതീക്ഷയും, ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും, എല്ലാ പ്രതീക്ഷയും ഈ മകളിൽ മാത്രമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരമ്മയാണ്. ഓർക്കണം. ശരി, മകളെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മുന്നിലേക്ക് വന്നു, ഇരുന്നു. അപ്പോൾ ഇരുന്ന സമയത്ത് മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞത്, ഇതുപോലൊരു സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല മകളെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇതുപോലൊരു ഇടം, അതായത് അവർ ശരിക്കും പുരോഹിതന്മാരെയും മാന്ത്രികരെയും ഒക്കെയാണ് മകൾ അംഗീകരിച്ചിരിക്കുന്നത്. എന്നെപ്പോലൊരാളെ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഒരിടം, ഒരു പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്ന ഒരിടം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് മകളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു ആ കുട്ടിക്ക് ഈ ഇടം. എന്തു തന്നെയായാലും ഞാൻ സംസാരിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഒരു പിടിയും തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല. ഞാൻ ചോദിച്ചു, മോൾക്ക് എന്ത് മാറ്റമാണ് ജീവിതത്തിൽ വേണ്ടത്? അപ്പോൾ പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞു, എനിക്ക് ഒരു മാറ്റവും വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്തു തന്നെ ആയാലും കുറച്ച് സമയത്തെ സംഭാഷണങ്ങൾക്കൊടുവിൽ എന്നോട് സഹകരിക്കാൻ അവൾ തയ്യാറായി. കൃത്യമായിട്ട് മറുപടി പറയാൻ തുടങ്ങി. സാവധാനം മനസ്സ് തുറക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സ് തുറക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് തുറന്നതല്ല, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട്, ചില സാങ്കേതികമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ഹിപ്നോസിസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇൻഡയറക്റ്റ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക വിധത്തിലുള്ള സമീപന രീതികളിലൂടെ, നിലപാടുകളിലൂടെ, ആശയവിനിമയത്തിലൂടെ അവരുടെ മനസ്സിലേക്ക് അവർ പോലും അറിയാതെ കടന്നു കയറുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് ഹിപ്നോസിസ്. കോവേർട്ട് ഹിപ്നോസിസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരം മാർഗത്തിലൂടെ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിലേക്ക്, അവളുടെ വിചാരങ്ങളിലേക്ക്, അവളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് സാവധാനം കടക്കാൻ തുടങ്ങി. അവിടെ അവൾ വളരെ ഭീകരമായിട്ടുള്ള, വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ തുടങ്ങിയത്. അതായത് ഒരു പ്രേതബാധ എന്ന് പറയുന്ന ഒരവസ്ഥയെ മാനേജ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ മുന്നിൽ അവളുടെ മനസ്സ് വഴി തുറന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ലോകത്തിലേക്കായിരുന്നു. അവൾ പറഞ്ഞത് അവളുടെ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം വളരെ ചെറിയ തോതിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അതിൻ്റെ സുഖം, അതിൻ്റെ സ്വാധീനം ഒക്കെ അവൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് അവൾക്കതിനെല്ലാം പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ പരിമിതികളെ പല വിധത്തിലും മറികടക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവളിന്ന് ഏറെക്കുറെ ഡ്രഗ്സിൻ്റെ പിടിയിലാണ്.
അതിൻ്റെ സ്വാധീനം കൊണ്ടാണ് അവൾ തികച്ചും വ്യത്യസ്തമായ വിധത്തിൽ സംസാരിക്കാനും പെരുമാറാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അവൾ തന്നെ അമ്മയെ ധരിപ്പിച്ചിരിക്കുന്നത് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഏതോ ഒരു ആത്മാവാണ് എന്നുള്ള വിധത്തിലാണ്. മനസ്സിലായോ? ആ പാവം അമ്മ മകളെ വളരെയധികം നമ്മളെന്താ പറയുക, വാത്സല്യത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയൊക്കെ കൊണ്ട് നടക്കുന്ന അമ്മ ശരിക്കും ധരിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മകൾ ഏതോ പ്രേതത്തിൻ്റെ ഏതോ ആത്മാവിൻ്റെ പിടിയിലകപ്പെട്ടു പോയി, അതിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഈ വിധത്തിലെല്ലാം വ്യത്യസ്തമായിട്ട് കാട്ടിക്കൂട്ടുന്നത് എന്ന് ആ അമ്മയും വിശ്വസിച്ചിരിക്കുന്നു. മകൾ ഇതുപോലെ ഒരു ലോകത്തിലേക്കാണ് കടന്നെത്തി നിൽക്കുന്നതെന്ന് ആ അമ്മ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ശരി, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പരിഹാരത്തിലേക്ക് കടക്കണം. അതിന് വേണ്ട ചില നിർദ്ദേശങ്ങളെല്ലാം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും വരും. അതിനുശേഷം അവളെ വിസിറ്റേഴ്സ് ലോഞ്ചിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയെ അകത്തേക്ക് വിളിച്ചു. ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, എങ്ങനെയാണ് മകളെക്കുറിച്ച് ഇത്രമാത്രം പ്രതീക്ഷകൾ വെച്ച് പുലർത്തിപ്പോരുന്ന, അതല്ലെങ്കിൽ മകളെ അത്രമാത്രം വാത്സല്യത്തോടു കൂടി കാണുന്ന ആ അമ്മയോട് ഈ കാര്യം പറയുക. എങ്ങനെയാണ് ആ അമ്മയ്ക്ക് അത് സഹിക്കാനാവുക എന്നുള്ളത്. ആ സമയത്തും മകളെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് തരണം. ഞാനിത് പറഞ്ഞിട്ടില്ല, പറയുന്നതിന് മുൻപും കാര്യങ്ങളെല്ലാം സാറിന് മനസ്സിലായല്ലോ. ഇതാണ് അവളുടെ സ്ഥിതി. എങ്ങനെയെങ്കിലും എൻ്റെ മകളെ രക്ഷിച്ചു തരണം, അതിനുവേണ്ടി എത്ര തുക ചിലവാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് കണ്ണുനീരോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ എൻ്റെ മുന്നിൽ പറയുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ വഴിമാറി നടക്കുന്നത്. ആർക്കാണ് അവരെ രക്ഷിക്കാൻ സാധിക്കുക? എന്താണ് ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണങ്ങൾ? ആരൊക്കെയാണ് ശരിക്കും ഇതിനെല്ലാം ഉത്തരവാദികളായി തീർന്നിരിക്കുന്നത്? ചിന്തിക്കണം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പലർക്കും അവരവരുടെ മക്കളെക്കുറിച്ച് വല്ലാത്ത പ്രതീക്ഷകൾക്കപ്പുറം എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാകാം, അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ആ വിധത്തിൽ ചെയ്യുന്നവരുണ്ടാകാം, എനിക്കറിയാം. പക്ഷേ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ അവനാവില്ല. ഇതാണ് പല മാതാപിതാക്കളുടെയും നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. നമ്മുടെ മക്കളിൽ അന്നോളം കാണാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ശാരീരികമോ മാനസികമോ ഒക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് തുടങ്ങിയാൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കണം. ധാരാളം സൂചനകൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ അവർ തരും. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുക, തനിച്ചിരിക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അങ്ങനെ നിങ്ങളത് ശ്രദ്ധിക്കണം. അവരുടെ ബാഗിൽ, അവരുടെ പേഴ്സുകളിൽ, അവരുടെ പോക്കറ്റുകളിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ, വ്യത്യസ്തങ്ങളായ ഏതെങ്കിലും ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, ഇന്നത്തെ സിന്തറ്റിക് സാധനങ്ങൾക്ക്, സിന്തറ്റിക് ഡ്രഗ്സിന് പ്രത്യേകിച്ച് ഗന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിനുള്ള ഏതെങ്കിലും ഉപാധികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടാകാം. അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം. അവരുടെ പുതിയ കൂട്ടുകാർ, സൗഹൃദങ്ങൾ, പുതിയ കൂട്ടുകാർ മാത്രമെന്നല്ല, നമ്മുടെ കുട്ടികൾ ആരോടൊക്കെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത് ഫോണിലൂടെ ആയാലും ശരി, നവമാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ശരി, അതല്ലാതെ ആണെങ്കിലും ശരി, ആരെയൊക്കെയാണ് കാണുന്നത്. അവരുടെ കയ്യിലൊരു പക്ഷേ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ പുതിയ വസ്തുക്കൾ കാണുമ്പോൾ അന്വേഷിക്കണം, ഇതെവിടെ നിന്നാണ്, ആരാണ് തന്നത്, അല്ലെങ്കിൽ അതിനുള്ള പണം, അതിൻ്റെ സോഴ്സ് എന്താണ്, ഇതെല്ലാം ചിന്തിക്കണം. ചിലപ്പോൾ പറയും ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമുള്ള എന്ത് ബന്ധമാണ് ആ വ്യക്തിയോടുള്ളത്? അന്വേഷിക്കണം. ഇതെല്ലാം ഒരു പോലീസ് ഭാഷയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ സ്നേഹത്തോടു കൂടിയാണെങ്കിൽ പോലും അന്വേഷിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങുകയാണ് പുതിയ തലമുറ. എന്ന് കരുതി പുതിയ തലമുറയെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല.
നമ്മുടെ ഒരു കണ്ണ് അവിടെ മേലുണ്ടാകണം. പൂർണ്ണമായിട്ടും നമ്മുടെ സുരക്ഷാവലയത്തിനുള്ളിൽ തന്നെയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതടക്കം തന്നെയാണ് പറയുന്നത്. നമുക്ക് ജനിച്ച നമ്മുടെ കുട്ടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള യുവതലമുറയിൽപ്പെട്ട എല്ലാവരെയും ചേർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് പറയൂ, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത്? ഏത് വാക്കുകൾ കൊണ്ടാണ് ഞാൻ അവരെ സാന്ത്വനിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് എനിക്കവരോട് പറയാൻ സാധിക്കുക മകളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ? പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. പക്ഷേ കഴിയുന്നിടത്തോളം പേരിൽ നിങ്ങൾ ഈ ആശയത്തെ എത്തിച്ചേ മതിയാവും. നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ വിധത്തിൽ ഏതെങ്കിലും നല്ല പരിഹാരങ്ങളെ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സാധാരണ എല്ലാ വീഡിയോകളുടെയും അവസാനം വളരെ സന്തോഷത്തോടു കൂടി, വളരെ ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇവിടെ വാങ്ങുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല. ശബ്ദമിടറുന്നുണ്ട്. കണ്ണുകൾ അറിയാതെയാണെങ്കിൽ പോലും നിറയാൻ തുടങ്ങുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.